കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. തോറ്റുമക്കളെ തോറ്റ് CSKയുടെ ഊത്ത് തീർന്നിരിക്കുകയാണ്. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. SRH വിസിലടിച്ച് അണ്ണാക്കി കയറ്റി വിട്ടെന്ന് വേണമെങ്കിൽ പറയാം. പ്ലെയർ സഞ്ജു സാംസൺ ആ ക്ലാസിനെ വിക്കറ്റ് ആക്കിയ ആ ഒരു സ്റ്റംപിങ്, ധോണിയെ ഓർക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റംപിങ്, അത് എനിക്ക് തോന്നുന്നു ചക്കയിട്ടപ്പോ മുയിലിയാത്തതാണ് ആ സെറ്റപ്പാ. സഞ്ജു വെറുതെ ഇങ്ങനെ സ്റ്റംപ് ചെയ്തിട്ട് തോടിച്ചാടി വരുന്ന ഒരു ശീലമുണ്ട് സഞ്ജുവിന്. പുള്ളിയുടെ നേരത്തെ സ്റ്റംപിങ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. അവരുടെ കാല് ക്രീസിന്റെ അകത്താണെങ്കിൽ പോലും ഔട്ടാന്ന് പറഞ്ഞ് ചാടിത്തുള്ളി വരും. അത് തമാശ. മോനേതാ? ക്യാപ്റ്റൻ രുദ്രാജിന്റെ. രുദ്രാജ് അല്ലേ ഇവൻ, പറയുന്നില്ല ഇവൻ. BCCI സെലക്ടേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇവനെ ടീമിലെടുക്കണം. ഇന്ത്യക്ക് നല്ലൊരു മുതൽക്കൂട്ടാണ്. ഇവനെ ടീമിലെടുക്കാതിരുന്നാൽ നിങ്ങൾക്കാണ് നഷ്ടം. ബെസ്റ്റ് ടെസ്റ്റ് പ്ലെയർ ആണ് രുദ്രാജ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. T20 വന്ന് ഇത്ര ക്ലാസിക് ആയിട്ട് കോൺഫിഡൻസ് ആയിട്ട് ടെസ്റ്റ് കളിക്കുന്ന ഒരു പ്ലെയർ ഈ സീസണിൽ വേറെ ഇല്ല. യവന്റെ ടെസ്റ്റ് കളി കാരണമാണ് ഇത്രയും ഒരലമ്പ് ടീമായിട്ട് CSK മാറിയത്. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എടാ ഈ പവർ പ്ലേയിൽ വന്ന് ഇയ്യാരത്തോ കളിക്കുന്ന വേറെ ഏത് പ്ലെയർ ഉണ്ടാ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? വേറെ ഏത് പ്ലെയർ ഉണ്ട്? ഇവൻ ഈ സീസണിൽ അട്ടർ ഫ്ലോപ്പ്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഫ്ലോപ്പ്. 1-2 കളി, ഒരു കളി എങ്ങാണ്ട് 10-75 റൺ അടിച്ചു കയറ്റി. ആ കളിയായിരുന്നു ഇവന്റെ ഏറ്റവും വലിയ തുഴച്ചില് കണ്ട കളി. ഇവനൊന്നും അടിക്കുന്ന പോലും ശ്രമിക്കുന്നില്ല. അടിക്കുന്നത് പോട്ടെ, സിംഗിളെങ്കിലും എടുത്തടാ, അതുകൊണ്ട് സ്ട്രൈക്കെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് മറ്റൊരു ബാറ്റിംഗ് കൊടുക്കടാ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ധോണിയൊക്കെ പോയി. ധോണിയെ ഇപ്പൊ പ്രതിമയായിട്ട് നിർത്തിയേക്കാണ്. പ്രതിമയായിട്ട് ഇങ്ങനൊക്കെ ഒരു കുഴപ്പമില്ലടേ. പരിക്കാന്നൊക്കെ പറഞ്ഞ് വെറുതെ കളിന്ന് മാറ്റി നിർത്തിയേക്കാണ്. അങ്ങനെയൊക്കെ ഒന്ന് കളിക്കാന്ന് വയ്യാൻ തോന്നുന്നു. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. അശയിലില്ല മഞ്ഞ നിക്കറണക്കാൻ ഇട്ടേക്കുന്നതിനോട് വെറുതെ ഇവിടെ പിടിച്ചിരുത്തിയേക്കാണ്. കാര്യം തന്നെ ടിക്കറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ധോണിയുടെ പേര് വെച്ച് ഇപ്പോഴും സ്റ്റിൽ മാർക്കറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാനൊരു വലിയ സംഭവം അല്ലേ. ധോണി ഇന്ന് കളിക്കൂ, നാളെ കളിക്കൂ, മറ്റന്നാൾ കളിക്കൂ, ധോണി ഇന്ന് കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കളി മാർക്കറ്റ് ചെയ്യുന്നത്. പിന്നെ ടിക്കറ്റിന്റെ സെയിൽസ് ഇടിയുന്ന സമയത്ത് ധോണി അങ്ങോട്ട് ഗ്രൗണ്ടിലോട്ട് ഇറക്കും. എന്തിനാ? പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ധോണി 2 ബാറ്റൊക്കെ 2 എടുത്ത് വീശുന്ന സമയത്ത് നാളെ ധോണി കളിക്കും. അപ്പോഴത്തേക്ക് ടിക്കറ്റ് സെയിൽ. ഈ വട്ടം IPL നടന്ന ഏറ്റവും വലിയ സ്കാം ആണ് ധോണി CSKയുടെ. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. അങ്ങനെ പറയാം.